കേരളത്തില് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയൊരു പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം കെ സുധാകരൻ KPCCയുടെ മീറ്റിങ്ങിനൊന്നും പോകുന്നില്ല. ഒപ്പം തന്നെ കെ സുധാകരനുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളും കഴിഞ്ഞ ദിവസങ്ങളിൽ മീറ്റിങ്ങിന് പോകുന്നില്ല. ഇപ്പൊ ആകെ കോൺഗ്രസിലുള്ളത് VD സതീശനും പിന്നെ കോൺഗ്രസ് എങ്ങനെയെങ്കിലും നിലനിൽക്കട്ടെ എന്ന് വിചാരിച്ച് നടക്കുന്ന ലീഗും മാത്രമേ UDFിലുള്ളൂ. ഈ ഒരു പാഠം ഇവരെന്ന് പഠിക്കും. ഇപ്പൊ ഒരു അഹങ്കാരത്തിൽ നിൽക്കാണ് കോൺഗ്രസ് പാർട്ടി. കാരണം ജനങ്ങൾക്കൊരു തെറ്റ് പറ്റി ഒരു 18 സീറ്റ് അവർക്ക് ലഭിച്ചതിന്റെ പേരില് ആ ഒരു അഹങ്കാരം അവരുടെ ഉള്ളിലുണ്ട്. ഇത് കോൺഗ്രസിന്റെ അവസാനത്തേക്കുള്ള പോക്കാണ്. KPCC പ്രസിഡന്റ് അടക്കം BJPയിലേക്ക് പോകാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കേരളത്തിലുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പല കോൺഗ്രസ് നേതാക്കളുമായിട്ട് സംവദിച്ചപ്പോൾ അവർക്കൊന്നും പ്രത്യേക താല്പര്യത്തിന്റെ പേരിലല്ല ഈ പാർട്ടി കൊണ്ടു നടക്കുന്നത്. ഇസ്ലാമിക പ്രീണനം മടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇവരെന്താ വിചാരിക്കുന്നത്? ഒരു 26%, അതിൽ നല്ല മുസ്ലിമുകളൊന്നും ഇതിനു വേണ്ടി വോട്ട് ചെയ്യില്ല. എങ്ങനെ പോയാലും ഇടതുപക്ഷം, അതായത് CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷം ഇസ്ലാം ഈ 26% വോട്ടിൽ നിന്നും ഒരു 25-30% ഇടതുപക്ഷത്തിനുള്ള വോട്ടാണ്. പിന്നെ അങ്ങനെ സ്പ്ലിറ്റായും ഭിന്നിച്ചും പോയി കഴിഞ്ഞാല്, ഇസ്ലാമിക വോട്ട് ഭിന്നിച്ച് പോയി കഴിഞ്ഞാൽ എവിടെന്നാ ഇനി കോൺഗ്രസ് ഭരണത്തിൽ കയറാൻ പോണേ? ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകള് ധ്രുവീകരണം സംഭവിച്ചു കഴിഞ്ഞു. അത് CPMയിലേക്കും ഇടതുപക്ഷത്തേക്കും പോയാലും UDFന് കിട്ടാൻ പോകുന്നില്ല. അത് LDFും BJPയും തമ്മിൽ വീതം വെക്കാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ. എനിക്ക് അറിയാൻ സാധിച്ചത് എന്താന്ന് വെച്ചാല്, നമുക്കറിയാം സുധാകര പക്ഷത്ത് തന്നെയാണ് ശശി തരൂര്. ശശി തരൂരിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെ മാറ്റി നിർത്താൻ പറ്റും? അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇത്തരം ഇമേജ് ഉള്ള ഒരു മലയാളി, അദ്ദേഹത്തിനെ എന്തിനു വേണ്ടി മാറ്റി നിർത്തുന്നത്? ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വേണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ അധികാരം എന്ന് പറഞ്ഞാണ്. അതല്ലെങ്കിൽ കഴിവില്ലാത്തവരെ കൊണ്ട് നിർത്തിയിട്ട് എങ്ങനെയെങ്കിലും ഈ കുടുംബാധിപത്യം നിലനിർത്തി കൊണ്ടുപോകുക എന്ന കോൺഗ്രസിന്റെ നയം ഇനി നടക്കാൻ പോകുന്നില്ല. കേരളമായിരുന്നു ഏക പ്രതീക്ഷ. ആ കേരളം പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് പോകുന്നത്. നമുക്ക് 2026, 2025 തദ്ദേശ സ്വയംഭരണം കഴിഞ്ഞ് 2026 ഇലക്ഷന് നമുക്ക് വലിയൊരു പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് സുധാകരൻ, ശശി തരൂര്, മുരളീധരൻ, പിന്നെ ചാണ്ടി ഉമ്മൻ പോലെയുള്ള നേതാക്കന്മാര് കോൺഗ്രസ് പാർട്ടിയെ തന്നെ നെടുകെ പിളർത്തി ഇപ്പുറത്തെ ഒരു ഗ്രൂപ്പ് പോലെ നിന്ന് BJP ഒരു മുന്നണി ഉണ്ടാക്കി കഴിഞ്ഞാല് കോൺഗ്രസ് അന്ന് തീർന്നു. കേരളത്തിലും തീർന്നു, കേന്ദ്രത്തിൽ പിന്നെ പോയിട്ട് കാര്യമില്ല. ഇപ്പോഴും പ്രീണനവും പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുലും നടക്കുന്നത്. ഇവര് പിന്നെ ആലോചിക്കുന്നത് ഒരു മൃദു ഹിന്ദുത്വം ഇട്ട് കൊടുക്കാന്നാണ്. ആ കാലം കഴിഞ്ഞു പോയി. മൃദു ഹിന്ദുത്വത്തിലൊന്നും ഇനി ഓടാൻ പോകുന്നില്ല. കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി VD സതീശനെ തോക്ക് കാണിച്ച് പേടിപ്പിച്ചോണാണ് ലീഗ് VD സതീശനെ കൊണ്ടു നടക്കണേ. ഒപ്പം ചെന്നിത്തലയും കുറച്ച് കൂട്ടരും കൂടിയിട്ട് ഇസ്ലാമിക പ്രീണനവുമായിട്ട് നടക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത് ഇനി നടക്കാൻ പോകുന്നില്ല. നമ്മൾ കഴിവുള്ള ഒരു ഭരണം നടത്തട്ടെ. ശശി തരൂർ അവിടെ ഉണ്ടല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ യോഗ്യതയുള്ള വ്യക്തിയാണ് ശശി തരൂര്. അദ്ദേഹം ഈ പറഞ്ഞ മാതിരി മുസ്ലിം പ്രീണനത്തിനൊന്നും അദ്ദേഹം പോവില്ല. കുഞ്ഞാപ്പയും കൂട്ടരും കൂടിയിട്ട് പാലസ്തീൻ പ്രതിഷേധം എന്നും പറഞ്ഞ് കോഴിക്കോട് ക്ഷണിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം അവിടെ ചെന്നിട്ട് 2 കൂട്ടരും തെറ്റിയ ജൂതന്മാര് 1200 ആൾക്കാരെ കൊന്നതുകൊണ്ടാണ് പലസ്തീനികളില് ഒരു 46,000 ആൾക്കാരെ കൊല്ലുന്നേ എന്ന് ഉള്ളത്. ഈ 12,000 കൊന്നത് പറയില്ല. 12,000 കൊന്നത് കൊണ്ടുള്ള തിരിച്ചടിയായിരുന്നു ഇത് അവിടെ ചെന്ന് ഇസ്രായേൽ അടിച്ചത്. അപ്പൊ എത്ര പ്രീണിപ്പിക്കും നിങ്ങള്? തന്നെയല്ല, ഇപ്പോഴും ഇവർക്ക് ഈ സാദിഖലി തങ്ങള് കുറെ കേക്കും കൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാം, ഓണം ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. ആ തരത്തിലുള്ള കള്ളത്തരൊന്നും ഇനി ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകളിൽ നടക്കാൻ പറ്റില്ല. അത് വ്യക്തമായിട്ടും BJP കൊണ്ടുപോകും സീറ്റുകള്.
പിന്നെ ബാക്കിയുള്ളത് കിട്ടാൻ പോണത് CPM-നാണ്. അത് കരുതി കൂട്ടി തന്നെയാണ് പിണറായി വിജയനും ജയരാജനും മോഹനൻ മാസ്റ്ററും വിജയരാഘവനും ഒക്കെ ഇറങ്ങിയിരിക്കുന്നത്. കാരണം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇസ്ലാമിക വോട്ട് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പോലും നല്ല മുസ്ലിംസ് ഉണ്ട് സഖാക്കള് CPM-നോട് കമ്മിറ്റ്മെന്റ് ആയത്. ഞാൻ പറഞ്ഞ ഒരു PFIയും SDP-യും നുഴഞ്ഞു കയറിയ ഇടതുപക്ഷമല്ല, നല്ല ഇടതുപക്ഷ സഖാക്കളുണ്ട് മുസ്ലിംസ്. പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞിരുന്നു ഈ അടുത്ത കാലത്ത് ഇത്തരത്തിലുള്ള ഉഡായ്പകളെ പറ്റി, ഏത് കോൺഗ്രസിന്റെ ലീഗിന്റെ ഒക്കെ. അപ്പൊ കോൺഗ്രസ് നെടുകെ പിളരുക തന്നെ ചെയ്യും. ഇതിനൊക്കെ ഇത് ഇപ്പൊ പോലും വഖഫ് വിഷയം നോക്ക്. വഖഫ് വിഷയം ഇസ്ലാമിക മുസ്ലിം സമൂഹത്തിന് യാതൊരുവിധ അവകാശങ്ങളും ഇല്ലാത്ത വഖഫ് 600 അത് ഇത്രയും കത്തുന്ന് കേരളത്തില് ലീഗും വിചാരിച്ചില്ല, മുസ്ലിം സമുദായം വിചാരിച്ചില്ല. എന്നിട്ട് പോലും അവർക്ക് പറയാൻ സാധിക്കില്ല ഇത് വഖഫല്ല എന്നുള്ളത്. കാരണം കിട്ടിയാലായി. ആ കിട്ടിയാലായത് നിങ്ങളെ കൊണ്ടേ പോകുള്ളൂ. കിട്ടിയാലായി എന്ന് വിചാരിച്ച് നടക്കുന്ന ഈ ലീഗിന്റെ ഒക്കെ ഇതുണ്ടല്ലോ, മുസ്ലിം ഇസ്ലാമിസ്റ്റുകള്, ഞാൻ എല്ലാ മുസ്ലിമുകളല്ലേ പറയുന്നത്, ഇത് വഖഫ്, അതായത് ഫറൂഖ് കോളേജ് വിറ്റ ഭൂമി കോൺഗ്രസിന് പറയാൻ പറ്റുന്നില്ല. കോൺഗ്രസിന് നിന്ന് പറയാൻ പറ്റുന്നില്ല അത് വഖഫല്ലാന്ന്. ഇനി കോൺഗ്രസിൽ ആരാ ഉള്ളേ? ഷിയാസ് ഇവിടെ DCC പ്രസിഡന്റ് എറണാകുളം, പിന്നെ അൻവർ സാദത്ത്, ഷാഫി പറമ്പില്, കള്ള മതേതരത്വം കൊണ്ടു നടക്കണ ഷാഫി പറമ്പില്, പിന്നെയുള്ളത് ലീഗ്. ഇനി എന്തിനാ കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കണേ? മുസ്ലിം കോൺഗ്രസ് ലീഗ് അങ്ങനെ എന്തെങ്കിലും പേരാക്കി മാറ്റിക്കൂടെ? നിങ്ങൾ നാണാവില്ലേ നിങ്ങൾക്ക് ഈ വക പരിപാടി കൊണ്ട് നടക്കാനായിട്ട്? അടച്ചു പൂട്ടും. അതായത് നിങ്ങളുടെ അഹങ്കാരം ഉണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞാലും ഹൈന്ദവ ക്രൈസ്തവ വോട്ട് ഭിന്നിപ്പിച്ച് നേടാന്ന്. അവസാനം ഞാൻ പറയണ്, സുധാകരനും ശശി തരൂരും ഒക്കെ നെടുകെ പിളർത്തിയിരിക്കും. അവർക്ക് വേണ്ടത് അവരുടെ സ്ഥാനമാനങ്ങളും അവർക്ക് ഈ ഇത്തരം പ്രീണനത്തിൽ പോയി കഴിഞ്ഞാൽ ശശി തരൂര് ചാണ്ടി ഉമ്മനും ഉണ്ടാവും. തെക്കുള്ള നേതാക്കന്മാരൊക്കെ വിട്ടുപോയിരിക്കും. ഈ വഖഫും നിങ്ങളുടെ ഉഡായ്പ് പരിപാടികളൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാല്. അപ്പൊ നമ്മള് കാണാൻ പോകുന്നത് KPCC പ്രസിഡന്റ് അതിന്റെ ഇതായിട്ടാണ്. ഇത് വളരെ വലിയ അടിയാണ് അവിടെ നടക്കണേ. KPCC പ്രസിഡന്റ് KPCC പരിപാടിക്ക് പോകണില്ല, ഞാൻ ഇനി അവിടേക്ക് ഇല്ല എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ, കോൺഗ്രസ് ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. ആ ഒരു രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രി ആവണമെന്നും പറഞ്ഞു നിർത്തുക. എവിടുന്ന് ആവാനാണ്? ഇതൊന്നും സംഭവിക്കാൻ പോകണമെന്നില്ല. ഇതൊക്കെ വെറും ഉഡായ്പ പരിപാടി. ഇതിന്റെ ഒരു തുടക്കമാണ്. 2026 സുധാകരനും ശശി തരൂരും ചാണ്ടി ഉമ്മനും ഒക്കെ ഇതിലായിരിക്കും, BJP-യിലായിരിക്കാനാണ് സാധ്യത. അതല്ലെങ്കിൽ അവരൊരു പാർട്ടി ഉണ്ടാക്കും, കോൺഗ്രസിന്റെ ബദലായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അവർ BJP മുന്നണിയിൽ കയറിയിട്ട് അവിടെ ഭരണം BJP പിടിക്കാനുള്ള സാധ്യത ഞാനൊരു പ്രവചനം പോലെ എടുത്താൽ മതി. നമുക്ക് അതിന്റെ തുടക്കമാണ് ഇത്. കാരണം ഇലക്ഷന് മുൻകൂട്ടി തന്നെ അവർ കണ്ട് റെഡി ആയി നിൽക്കുന്നതാണ് ഈ കാണുന്നത്.